നാട്ടുകാരുടെ മുന്നില് എന്നെ മനഃപൂർവ്വം നാണം കെടുത്താനാണോ നിന്റെ ഉദ്ദേശം? എനിക്കാരെയും നാണം കെടുത്താൻ ഒരു ഉദ്ദേശവും. എന്റെ ഭാര്യയുടെ അച്ഛന് സുഖമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതാ ഞാൻ. പിന്നെ ഈ വേഷം ഇതിപ്പോ എന്റെ ജോലിക്കുപ്പായോ? ഓട്ടോ ഓടിച്ച ഞാനിപ്പോ ജീവിക്കുന്നത്. അമ്മ വരച്ച വരക്കകത്ത് വീർപ്പ് മുട്ടി ജീവിക്കുന്നതിനേക്കാൾ ഒരുപാട് സമാധാനത്തോടെയാ ഞാനിപ്പോ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു തീർന്നില്ലമ്മേ. എനിക്ക് വേറെ ഒരുപാട് ജോലികൾ കിട്ടിയേനെ. അമ്മയുടെ ആങ്ങളെയാണല്ലോ എന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ കത്തിച്ചു കളഞ്ഞത്. അതും പോരാഞ്ഞിട്ട് എന്റെ കാര്യത്തിൽ ഈ വീടിന്റെ മുന്നിൽ വന്ന് അമ്മാവൻ സ്ഥിരം വെല്ലുവിളി നടത്തുന്നതിനൊക്കെ അമ്മാവന്റെ പേരിൽ ഇന്ന് രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അമ്മാവനോട് പറഞ്ഞേക്ക്. നീ ഒരു കാലത്തും ഗുണം പിടിക്കലടാ, നാശം പിടിച്ചവനെ. ശരി അമ്മ. രമ്യ, നീ അമ്മയെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോവാൻ നോക്ക്. ഹരീഷേ, നീ അമ്മയോട് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി. നിന്നെ വളർത്തി വലുതാക്കിയതേ ഈ അമ്മയായിരുന്നു. അത് മറന്ന നീ ഇപ്പൊ സംസാരിക്കുന്ന ബോധം നിനക്ക് വേണം. വളർത്തിയതിന്റെയും വലുതാക്കിയതിന്റെ കണക്ക് അമ്മയുടെ വായന തന്നെ ഞാൻ കുറെ കേട്ടതാ. ഇനി നീയും കൂടി പറയേണ്ടതില്ല. മോനെ മതി, മോനകത്തേക്ക് പോ. ചെല്ലടാ, ചെല്ല്, അകത്തേക്ക് ചെല്ല്. അകത്തേക്ക് ചെന്ന് നിന്റെ അമ്മായിയമ്മ നിന്റെ ചെവിയിൽ ഓതി തരുന്നത് കേട്ട് നീ എന്നോട് യുദ്ധത്തിനിറങ്ങ്. അകത്തൊരാൾ വയ്യാണ്ട് കിടക്കണമെന്നുള്ള ബോധം പോലും ഇല്ലാതെ ഇങ്ങനെ ബഹളം വെക്കല്ലേ? ഇല്ല, ഞാൻ പോവാ. ഇനി ഞാൻ ഇവിടെ നിന്ന് ബഹളം വെച്ചിട്ട് അതിന് കംപ്ലൈന്റ് കൊടുക്കാൻ എന്റെ മോൻ പോലീസ് സ്റ്റേഷനിൽ പോയി ബുദ്ധിമുട്ടണ്ട. വാടി. ചേച്ചി, രുക്മിണി ചേച്ചി മകളും വേണുവേട്ടനെ കാണാൻ വന്നതാണോ? അല്ല, നിങ്ങളുടെ പിണക്കമൊക്കെ മാറിയോ? മാറി. വേണുവിന്റെയും രാധയുടെയും 4ാമത്തെ മകനെ കൊണ്ട് എന്റെ 3ാമത്തെ മകൾക്ക് ഒരു സംബന്ധം ആലോചിക്കാനാ ഞാൻ ഇപ്പൊ ഇവിടെ വന്നേ. നിനക്ക് വിരോധം വല്ലതും ഉണ്ടോടി? ഓ, എനിക്കെന്ത് വിരോധം? നീ വാടി. രാധമ്മേ, വേണുവേട്ടൻ അകത്തുണ്ട്. ആ, പ്രിയേ, അമ്മയുടെ സ്വഭാവം അറിയാലോ രാധമ്മേ. അമ്മ പറഞ്ഞതിനൊക്കെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അയ്യോ, അങ്ങനെ വലിയ വാക്കുകളൊന്നും പറയല്ലേ മോനെ. മോനകത്തേക്ക് വാ. ആ, അവിടെ വെക്ക്. ശ്രീ, ഗ്ലാസ് ഒക്കെ എടുത്തു വെക്കേ. നടക്ക്. ആ മോനെ ഇരിക്കേ.